രാധാകൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. 4 മണിക്ക് മക്കളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് അളവിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഈ മൈദപ്പൊടി ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ മൈദപ്പൊടിയും ഉപ്പും ഒക്കെ നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഈ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നമുക്കൊന്നത് കുഴച്ചെടുക്കണം. ഈ 1 ഗ്ലാസ് മൈദയ്ക്ക് നമുക്ക് അതേ ഗ്ലാസ്സിലൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം വേണ്ടി വന്നിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസായി പോകരുത്. അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കും. ഞാൻ ഈ ഗ്ലാസ്സിനാണ് വെള്ളം എടുത്തത്. കണ്ടില്ലേ, 1/2 ഗ്ലാസ് വെള്ളം കഷ്ടി വന്നിട്ടുള്ളൂ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് ഒന്ന് മാറ്റി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-4 കഷ്ണം ചെറിയ ഇഞ്ചിയും വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 6-7 വെളുത്തുള്ളിയും ഒരു 2-3-4 ചുമന്നുള്ളിയും കൂടി ഒന്ന് ചതച്ച് നമുക്ക് എടുക്കണം. അപ്പോഴേക്കും ഞാൻ കുക്കറിൽ ഒരു മീഡിയം സൈസിലുള്ള ഒന്നൊരു നല്ല ചെറുതായിരുന്നു, ഒന്ന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ. നല്ലോണം വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനതൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അടിയിലുള്ളത് നന്നായിട്ടങ്ങ് അരഞ്ഞു പോയി. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ഫോർക്ക് കൊണ്ടൊന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല വെന്തത് കൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. കഷ്ണങ്ങളൊന്നും പാടില്ല, നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ. നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ തന്നെ ഫോർക്ക് കൊണ്ടങ്ങ് ഉടച്ചെടുത്താൽ മതി. നമുക്കതിലേക്ക് ഇതേപോലെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് വേണ്ട, പക്ഷേ കളറും ഉണ്ടാവും. പിന്നെ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, അതും കുറച്ച് 2 തണ്ട് മല്ലിയിലയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മല്ലിയില നമ്മൾ വളരെ ചെറുതാക്കി അരിയണം കേട്ടോ. കാരണം ഇത് പരത്തി എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ അതിങ്ങനെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്കൊരു 2.5 ടീസ്പൂണോളം നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂൺ. അത്യാവശ്യം നല്ല വലിയ സ്പൂണിൽ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ടീസ്പൂൺ ആകുമ്പോൾ വളരെ കുറച്ച് പൊടിയേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത്യാവശ്യം പൊടി വേണം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും തടവിയിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കയ്യിൽ വെളിച്ചെണ്ണ ആക്കണം, അല്ലെങ്കിൽ കയ്യിലൊക്കെ അത് ഒട്ടിപ്പിടിക്കും. കാരണം ഉരുളക്കിഴങ്ങല്ലേ, അതിൻ്റെ പശമുള്ളതുകൊണ്ട് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവ് എടുക്കുക, അതൊന്ന് പരത്തിയെടുക്കണം നമുക്ക്. നമ്മൾ നല്ല മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരേ വലിപ്പമുള്ള 2 ഉരുളകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കണം കേട്ടോ. ഒരേ വലിപ്പത്തിൽ പരത്തിയെടുക്കാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഞാൻ കാണിക്കുന്ന പോലെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. തീരെ കട്ടി പാടില്ല. നമ്മൾ ചപ്പാത്തിയൊക്കെ അധികം കട്ടിയില്ലാതെയല്ലേ പരത്തിയെടുക്കുക, ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഴയാണ്, ആകെ ഇരുട്ട് മൂടി നിൽക്കണം. ഒരു 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ നല്ല ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇത്ര വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ഇത്ര വലുപ്പത്തിൽ നമുക്ക് മറ്റേ ഉരുളയും കൂടി പരത്തിയെടുക്കാം. അപ്പോൾ 2 ഉരുളയും ഞാൻ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പരത്തി മുകളിലോട്ട് നമുക്കിതേപോലെ ഈ ഉരുളക്കിഴങ്ങ് മസാല നമുക്ക് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം ഈ സ്പൂണിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ. മറ്റേത് ഈ സ്പൂണിൽ ഇങ്ങനെ നല്ല നമ്മൾ ഇടുന്നതനുസരിച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോരും. അപ്പം നമ്മളിത് ഏകദേശമൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ രണ്ടാമത് പരത്തി വെച്ച ആ ചപ്പാത്തി മാവിൻ്റെ ഇതില്ല, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മുകളിൽ വയ്ക്കുന്നത് കുറച്ച് വലിപ്പം കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക്
കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് ഒരേ രീതിയിൽ ആക്കി കൊടുക്കാം കേട്ടോ. അതിങ്ങനെ വലിഞ്ഞു പോരും. അപ്പോൾ നമുക്ക് ഒരേ രീതിയിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ റോൾ കൊണ്ട് ഒന്നുകൂടി ഒന്ന് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് അമർത്തണ്ട, അമർത്തിയാൽ അത് പൊട്ടി കിഴങ്ങ് മസാലയൊക്കെ മുകളിൽ കാണും. അപ്പോൾ ജസ്റ്റ് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ അരികൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് അടന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സ്ക്വയർ ഷേപ്പിലാക്കണം. അപ്പോൾ നമ്മൾ ആ അരികു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് കളയൊന്നും വേണ്ട. അത് എല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കത് വേണമെങ്കിൽ പിന്നീട് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ വലിയ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഉപകാരമാവും കേട്ടോ. ഞാൻ ഈ ഷീറ്റിൽ തന്നെ വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഈ ഷീറ്റൊക്കെ നേരത്തെ തന്നെ നടുക്ക് വശമൊക്കെ കട്ടായി പോയിട്ടുണ്ട്. 2-3 സ്ഥലത്ത് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഈ ഫ്ലോറിൽ ഇടുമ്പോൾ അങ്ങ് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കിടക്കും, ഇളകി പോകുമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്കിത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതേ ഒരേപോലെ വലുപ്പത്തിൽ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. അതിനുശേഷം കുറുകയും കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം. എളുപ്പം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എളുപ്പം നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള അടിപൊളി ഐറ്റം ഞാൻ ഇതേപോലെ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ അരിക് നമ്മൾ മടക്കുമ്പം ആ എൻഡിൽ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് വിട്ടുപോരും. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ട് കണ്ടില്ലേ, അങ്ങനെ 2 അരികും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പം പോകുമൊന്നുമില്ല, അങ്ങനെ തന്നെ പ്രസ്സായി കിടക്കുക തന്നെ ചെയ്യും. നല്ല ഷേപ്പിൽ നമുക്കത് വറുത്ത് കോരി എടുക്കുകയും ചെയ്യാം. ഞാനത് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കത് അതിലോട്ടിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പം തീ നല്ല ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ. കാരണം കുറഞ്ഞ തീയിൽ കിടന്നിട്ട് വേണം ഇത് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറം വശം മാത്രമേ വേവുള്ളൂ, ഉൾവശം വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നമുക്കിത് ഒരു ഫോർക്കും കൊണ്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് 2-3 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാം. പക്ഷേ എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം 2 ട്രിപ്പൊക്കെ എടുത്തപ്പോഴേക്കും ബാക്കി ആദ്യം ചെയ്തതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പത്ത് മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടി എടുത്ത് വെച്ചൊരു വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അതും കൂടി ഉണ്ടായിരുന്നില്ല. സംഭവമൊക്കെ കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.